ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 53-ാമത്തെ ദശകം നോക്കാം. ധേനുകാസുര വധം. ഒന്നാമത്തെ ശ്ലോകം. അദിത്യബാലം ജഗതാം പദേ ത്വമുപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനമുത്സവേന പ്രാവർത്തഥാഗോ ഗണപാലനായാം. പദം മുറിച്ച് പറയാം. അദിത്യ ബാല്യം ജഗതാം പദേ ത്വം ഉപേത്യ പൗഗണ്ഡവയഃ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനം ഉത്സവേന പ്രാവർത്തത ഗോഗണപാലനായം. ജഗതാം പദേ ലോകനാഥനായ ഭഗവാനെ ത്വം അവിടുന്ന് ബാല്യം അതീത്യ മനോജ്ഞം പൗഗണ്ഡവയഃ ഉപേത്യ ബാല്യം അതീത്യ കുട്ടിക്കാലം കടന്നിട്ട് മനോജ്ഞം പൗഗണ്ഡവയഃ മനോഹരമായ ആ പൗഗണ്ഡം എന്ന ആ പ്രായത്തിലേക്ക് ഉപേത്യ കടന്നിട്ട് വത്സാവനം ഉപേക്ഷ. വത്സാവനം എന്ന് പറയുമ്പോൾ ആ പശുക്കുട്ടികളെ മേയ്ക്കുന്ന ആ ജോലി, ആ പ്രവൃത്തി, അതിനെ ഉപേക്ഷിച്ചിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് ഗോഗണപാലനായം പശുക്കൂട്ടത്തെ മേയ്ക്കുക എന്ന ആ പ്രവൃത്തിയിൽ ഉത്സവേന പ്രവർത്തതാഹ അത്യാഹ്ലാദത്തോടെ ഏർപ്പെട്ടു. ഭഗവാൻ ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ പൗഗണ്ഡ പ്രായം, പൗഗണ്ഡ വയസ്സ് എന്ന് പറയുമ്പോൾ ബാല്യം കഴിഞ്ഞു എന്ന കൗമാരത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അപ്പോൾ ആ കൗമാരത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആ മനോഹരമായ പ്രായത്തിൽ പൈക്കുട്ടികളെ നോക്കുന്നത് നിർത്തിയിട്ട്, കുറച്ച് വലുതായല്ലോ, അപ്പോൾ ആ പശുക്കുട്ടികളെ നോക്കുന്നതൊക്കെ നിർത്തിയിട്ട് പശുക്കളെ മേയ്ക്കുക എന്ന ആ ജോലിയിൽ അങ്ങനെ ഉത്സാഹത്തോടെ പശുക്കളെ മേയ്ക്കാൻ തുടങ്ങി. പശുക്കുട്ടികളെ നോക്കലൊക്കെ നിർത്തിയിട്ട് പശുക്കളെ നോക്കാൻ തുടങ്ങി, പശുക്കളെ മേയ്ക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ശ്ലോകം. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തി ഗോത്രാപരിത്രാണ കൃതേവതീർണസ്തദേവ ദേവാരബധാസ്തദായത്. പദം മുറിച്ച് പറയാം. ഉപക്രമസ്യ അനുഗുണൈഹി ഏവ അനുഗുണൈവ സാ ഇയം സേയം മരുത്പുരാധീശ തവ പ്രവൃത്തിഃ ഗോത്രാപരിത്രാണ കൃതേ അവതീർണഃ തത് ഏവ ദേവ ആരബധാഃ തദാ യത്. മരുത്പുരാധീശ തവ സ ഇയം പ്രവൃത്തി. ഗുരുവായൂരപ്പ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ സ ഇയം പ്രവൃത്തി, ഈ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഗോഗണപാലനം, അതായത് ആ പശുക്കുട്ടികളെ നോക്കലൊക്കെ നിർത്തിയിട്ട് പശുക്കളെ നോക്കാൻ തുടങ്ങിയ ആ പ്രവൃത്തി ഉപക്രമസ്യ അനുഗുണ ഏവ തുടക്കത്തിന് ചേർന്നത് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ദേവ ഭഗവാനെ ഗോത്രാപരിത്രാണകൃതേ അവതീർണഃ ത്വം ഗോത്രാസംരക്ഷണത്തിനായി അവതരിച്ച അവിടുന്ന് തത് ഏവ ആരഭതാഹ അപ്പോൾ അത് തന്നെ ആരംഭിച്ചു. ഗോത്രാസംരക്ഷണത്തിനായി അവതരിച്ച അവിടുന്ന് ആദ്യം അത് തന്നെ ചെയ്യാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ദുഷ്ടനിഗ്രഹം കൊണ്ട് ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായിട്ട് ഭഗവാൻ അവതരിച്ചത് അല്ലേ. ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. ഗോത്ര എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥമുണ്ട്, ഗോക്കളുടെ സമൂഹം എന്നും അർത്ഥമുണ്ട്, രണ്ടർത്ഥമുണ്ട്. അപ്പോൾ ഗോത്രാ സംരക്ഷണത്തിന് അവതരിച്ച അവിടുന്ന് പശു സംരക്ഷണം തന്നെയാണ് ആദ്യം ചെയ്തത്. ഗോത്രാ സംരക്ഷണത്തിനായി അവതരിച്ച ഭഗവാൻ ഗോത്രപരിത്രാണം തന്നെയാണ് ആദ്യം തുടങ്ങിയത്. ഇവിടെ മേൽപ്പത്തൂര് പറയാണ് ഗോത്രാ സംരക്ഷണത്തിനാണല്ലോ അവതരിച്ചത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോത്ര സംരക്ഷണം അത് തന്നെ ആദ്യം തുടങ്ങുകയും ചെയ്തു. അപ്പോൾ രണ്ടർത്ഥത്തിൽ ഇവിടെ വരികയാണ്.
മൂന്നാമത്തെ ശ്ലോകം. കഥാഭിരാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീരാമനാംന സ്വസഖസ്യ വാച മോദാദഗാധേനുകാനനം ത്വം. പദം മുറിച്ച് പറയാം. കഥാഭി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീരാമ നാംനഃ സ്വസഖസ്യ വാച മോദാത് അഗാ ധേനുക കാനനം ത്വം. കഥാഭി ഒരിക്കല് രാമേണ സമം ബലരാമനോട് കൂടിയിട്ട് വനാന്തേ വനത്തിൻ്റെ ഉള്ളില് വനശ്രിയം വീക്ഷ്യ കാടിൻ്റെ അഴകും സൗന്ദര്യവും ഒക്കെ അങ്ങനെ വീക്ഷിച്ചിട്ട് നോക്കിയിട്ട് സുഖേന ചരന്ത്വം സുഖമായിട്ട് രസിച്ച് ചരൻ സഞ്ചരിക്കുന്ന അവിടുന്ന് ശ്രീരാമനാംന സ്വസഖസ്യ വാച ശ്രീരാമാവ് എന്ന ഒരു ഉറ്റ ചങ്ങാതിയുടെ വാക്ക് കേട്ടിട്ട്. അപ്പോൾ ആ വാക്ക് എന്ന് പറയുന്നത് ഫലാനി തത്ര ഭൂരീണി പതന്തി പതിതാനി ച സന്ധി കിന്തു അവരുദ്ധാനി ധേനുകേന ദുരാത്മന. ഭാഗവതം. ഇപ്പോൾ ശ്രീരാമാവ് എന്ന ആ ചങ്ങാതി ഭഗവാനോട് പറയുകയാണ്, ധേനുക വനത്തിലെ കരിമ്പന മരത്തിലെ ധേനുക വനത്തിലെ ഒരു കരിമ്പന മരമുണ്ട്, അതിൽ ധാരാളം പഴങ്ങൾ നിൽക്കുന്നുണ്ട്. എന്നാൽ ധേനുകൻ എന്ന ഒരു അസുരൻ അവിടെ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീരാമനാംന സുസഖസ്യ വാച ശ്രീരാമാവ് എന്ന തൻ്റെ ഉറ്റ ചങ്ങാതിയുടെ വാക്ക് കേട്ടിട്ട് ധേനുക കാനനം ധേനുക വനത്തിലേക്ക് മോദാത് സന്തോഷത്തോടുകൂടി അഗാഹ നടന്നു. ഇവിടെ ബലരാമനും ശ്രീകൃഷ്ണനും ഒക്കെ ഗോപകുമാരന്മാരും ഒക്കെ ആയിട്ട് അങ്ങനെ കാടിൻ്റെ ആ ഭംഗി അങ്ങനെ ചുറ്റി നടന്ന് കണ്ട് രസിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരുന്ന അവർ ആ സമയത്ത് ശ്രീരാമാവ് എന്ന ഒരു ചങ്ങാതി അഭിപ്രായപ്പെട്ടതിന് പ്രകാരം ആ ചങ്ങാതിയുടെ വാക്ക് കേട്ടിട്ട് ഭഗവാൻ ധേനുക വനത്തിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി നടന്നു എന്ന് പറയാണ്. നാലാമത്തെ ശ്ലോകം. ഉത്താലതാലി നിവഹേത്വദുക്ത്യാ ബലേന ധൂതേധ ബലേന ദോർഭ്യാം മൃദുഃഖരശ്ചാഭ്യപതത് പുരസ്താദ് ഫലോത്കരോ ധേനുക ദാനവോബി. പദം മുറിച്ച് പറയാം. ഉത്താല താലീ നിവഹേ ത്വദ് ഉക്ത്യാ ബലേന ധൂതേ അഥ ബലേന ദോർഭ്യാം മൃദുഃ ഖരഃ ച അഭ്യപതത് പുരസ്താദ് ഫല ഉത്കരഃ ധേനുക ദാനവഃ അഭി. ത്വദ് ഉക്ത്യ അങ്ങ് പറഞ്ഞിട്ട് ഭഗവാനെ അവിടുന്ന് പറഞ്ഞിട്ട് ബലേന ഉത്താല താലി നിവഹേ ബലരാമൻ ബലേന എന്ന് പറയുമ്പോൾ ബലരാമനാൽ ഉന്നതങ്ങളിൽ നിൽക്കുന്ന വളരെ ഉയരത്തിൽ ഉത്താല വളരെ ഉയരത്തിൽ നിൽക്കുന്ന താലി നിവഹേ കരിമ്പന മരങ്ങളെ ദോർഭ്യാം കൈകൾ കൊണ്ട് ബലേന ധൂതേ ബലമായിട്ട് പിടിച്ച് കുലുക്കിയപ്പോൾ മൃദുഹു ഖരഹാച്ച ഫലോത്കരഹ മൃദുവും ഖരവുമായ പഴങ്ങൾ എന്ന് പറയുമ്പോൾ ഇളനീർ പാകത്തിലുള്ളതും മൂത്ത് പഴുത്തതുമായ രണ്ട് തരത്തിലുമുള്ള പഴങ്ങൾ പുരസ്താദ് അഭ്യപതത് മുമ്പിൽ വന്ന് വീണു. മൃദുഹു ഖരഹാച്ച എന്ന് പറയുമ്പോൾ ധേനുക ദാനവഹ അഭി മൃദുഹു എന്ന് വെച്ചാൽ ധേനുകനും ഒരു വിശേഷണം പറയുകയാണ്. മൃദുവും ഖരവും എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് എന്താണ് പഴത്തിൻ്റെ വിശേഷണം, അത് മൃദുവും ഖരവുമായ ഫലങ്ങൾ. അതുപോലെ തന്നെ ഒരർത്ഥം കൂടിയുണ്ട്. ആ മൃദുഹു ഖരഹ എന്ന് പറയുമ്പോൾ ദുർബലനും കഴുതയുടെ ആകൃതിയുള്ളതുമായ ആ കഴുതയുടെ ആകൃതിയുള്ളതുമായ ധേനുകാസുരൻ എന്നും ഇവിടെ അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ധേനുക ദാനവഹ മൃദുഹു ഖരഹ ച ധേനുക ദാനവഹ അഭി ദുർബലനും കഴുതയുടെ വടിവുള്ളവനുമായ ആ ധേനുകാസുരൻ ധേനുക ദാനവഹ അഭി ധേനുകാസുരനും
പുരസ്താത് അഭ്യപതത്, നേരിട്ട് ചാടി വീണു. അപ്പോൾ ആ പിടിച്ചു കുലുക്കിയപ്പോൾ എല്ലാം കൂടെ താഴേക്ക് വീണു എന്ന് പറയാണ്, അസുരനടക്കം. അപ്പോൾ ഇവിടെ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ബലരാമൻ ആ കരിമ്പന അങ്ങനെ പിടിച്ച് കുലുക്കുകയാണ്. 2 കൈ കൊണ്ട് അങ്ങനെ പിടിച്ച് ബലത്തിൽ അങ്ങനെ കുലുക്കിയപ്പോൾ മൂത്ത് പഴുത്തതും പഴുക്കാത്തതുമായ ആ പഴങ്ങളും അതുപോലെ തന്നെ ആ പഴങ്ങളുടെ ഒപ്പം തന്നെ ആ ധേനുകാസുരനും ഒരുമിച്ച് ചാടി വീണു എന്നാണ് അവരുടെ മുന്നിലേക്ക്. സമുദ്യതോ ധൈനുകപാലനേഹം കഥം വധം ധൈനുകമദ്യ കുർവേ ഇതീവ മത്വാ ധ്രുവമഗ്രജേന സുരൗഘയോധാരം അജീഖതസ്ത്വം. പദമുറിച്ച് പറയാം. സമുദ്യതഃ ധൈനുകപാലനെ അഹം കഥം വധം ധൈനുകം അദ്യ കുർവേ ഇതി ഇവ മത്വാ ധ്രുവം അഗ്രജേന സുരൗഘയോദ്ധാരം അജീഖതഃ ത്വം. അദ്യ ധൈനുകപാലനെ, ഇന്ന് ധൈനുകപാലനത്തിൽ സമുദ്യതഃ അഹം ഏർപ്പെട്ടിട്ടുള്ള ഞാൻ ധൈനുകം വധം കഥം കുർവേ ധൈനുകവധത്തെ എങ്ങനെ ചെയ്യും, ഇതി മത്വ ഇവ എന്ന് വിചാരിക്കുന്നത് പോലെ, എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് തോന്നും വിധത്തിൽ ത്വം അഗ്രജേണ ധ്രുവം അവിടുന്ന് അഗ്രജേന ജ്യേഷ്ഠനെ കൊണ്ട് ബലരാമനെ കൊണ്ട് ധ്രുവം അതുകൊണ്ട് തന്നെയാണ്, ധ്രുവം എന്ന് വെച്ചാൽ തീർച്ചയാണ്, അതുകൊണ്ട് തന്നെയാണ് സുരൗഘയോദ്ധാരം തം അജീഖതഃ ദേവന്മാരോടെല്ലാം എതിർത്തു വന്നിരുന്ന, ദേവന്മാരെക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന ആ അസുരനെ അജീഖതഃ കൊല്ലിച്ചത്. ധൈനുക പാലനം എന്ന് പറയുമ്പോൾ ധേനുകനെ സംബന്ധിച്ച എന്നർത്ഥം. അപ്പോൾ ധൈനുക പാലനം എന്ന് പറയുമ്പോൾ ആ പശുവിനെ പരിപാലിക്കൽ. അപ്പോൾ ധൈനുകവധം അങ്ങനെ പരിപാലിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ പശുവിനെ പരിപാലിക്കുന്ന ഒരാൾ ധൈനുകവധം ചെയ്തുകൂടല്ലോ എന്നിവിടെ അങ്ങനെ ആ ധൈനുക എന്ന് പറഞ്ഞ ആ വാക്കിന് 2 അർത്ഥം വരികയാണ്. ധൈനുകപാലനെ സമുദ്യതഃ അഹം ധൈനുകം വധം കഥം കുർവേ എന്ന് പറയുമ്പോൾ ധൈനുകപാലനത്തിന് വന്ന ഞാൻ എങ്ങനെയാണ് ധൈനുകവധം ചെയ്യുന്നത്. ഇത് മേൽപ്പത്തൂരിൻ്റെ നർമ്മമാണ് ഇവിടെ പറയുന്നത്. ധേനുവിനെ പരിപാലിക്കാൻ വന്ന ഞാൻ എങ്ങനെയാണ് ധൈനുകവധം ചെയ്യുന്നത് ചിന്തിച്ചിട്ടാണോ ഭഗവാനെ ആ ധൈനുകവധം ജ്യേഷ്ഠനെ കൊണ്ട് കൊല്ലിച്ചത് എന്ന് മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോട് ഇവിടെ ചോദിക്കുകയാണ്. 6ാമത്തെ ശ്ലോകം. തദീയഭൃത്യാനഭിജംബുകത്വേനോപാഗതാനഗ്രജ സംയുതസ്ത്വം ജംബൂഫലാനീവ തദാ നിരാസ്തസ്ഥാലേഷു ഖേലൻ ഭഗവൻ നിരാസ്തഃ. പദമുറിച്ച് പറയാം. തദീയ ഭൃത്യാൻ അഭി ജംബുകത്വേന ഉപാഗതാൻ അഗ്രജ സംയുതഃ ത്വം ജംബൂഫലാനി ഇവ തദാ നിരാസ്തഃ താലേഷു ഖേലൻ ഭഗവൻ നിരാസ്തഃ. ജംബുകത്വേന ഉപാഗതാൻ കുറുക്കന്മാരായിട്ട് നേരിട്ടടുത്തു വന്ന തദീയ ഭൃത്യാൻ അഭി ധേനുകാസുരൻ്റെ ഭൃത്യന്മാരെയും ഭഗവൻ ത്വം അഗ്രജ സംയുതഃ ഭഗവാനെ അങ്ങ് ജ്യേഷ്ഠനോട് കൂടി ചേർന്ന് തഥാ നിരാസ്തഃ ഖേലൻ അപ്പോൾ ആസ്ത കൂടാതെയും എന്ന് പറയുമ്പോൾ വളരെ ലാഘവത്തോടെയും കളിയായിട്ടും ജംബൂഫലാനി ഇവ താലേഷു ഞാവൽപ്പഴങ്ങളെ എന്ന പോലെ താലേഷു കരിമ്പനകളിലേക്ക് നിരാസ്തഃ എറിഞ്ഞു. ധേനുകൻ വന്നത് കഴുതയുടെ രൂപത്തിലാണ്, ധേനുകാസുരൻ. എന്നാൽ ആ ധേനുകൻ്റെ ഭൃത്യന്മാർ കുറുക്കൻ്റെ രൂപത്തിൽ വരികയാണ്. അപ്പോൾ ആ ഭൃത്യന്മാർ ഭഗവാൻ ആ ഭൃത്യന്മാരെ ആ കുറുക്കന്മാരെ എന്ന് പറയുമ്പോൾ ആ ഭൃത്യന്മാരെ എന്താ പറയുക അസുരൻ്റെ ഭൃത്യന്മാരെ
ഭഗവാൻ ജ്യേഷ്ഠനോട് കൂടി ചേർന്ന് എന്ന് പറയുമ്പോൾ കൃഷ്ണനും ബലരാമനും കൂടി ചേർന്നിട്ട് ഏറെ ലാഘവത്തോടെ ഒരു കളിയായിട്ട് ഞാവൽ പഴങ്ങളെ എടുത്ത് എറിയുന്നത് പോലെ അവരെ ആ കുർക്കക്കൂട്ടങ്ങളെ കരിമ്പന മരങ്ങളിലേക്ക് എടുത്തെറിഞ്ഞു, അങ്ങനെ എറിഞ്ഞു കൊന്നു എന്ന് പറയുകയാണ്. ഇവിടെ നിരാസ്തഹ എന്ന വാക്ക് 2 തവണ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ നിരാസ്ത എന്നതിന് ലാഘവത്തോടെ എന്നർത്ഥം, രണ്ടാമത് വരുന്ന നിരാസ്തഹ അതിന് എറിഞ്ഞു അല്ലെങ്കിൽ കൊന്നു എന്നൊക്കെ അർത്ഥം. ഇനി 7ാമത്തെ ശ്ലോകം. വിനിഘ്നതി ത്വയ്യഥ ജംബുഗൗഖം സനാമഗത്വാദ് വരുണസ്തദാനീം ഭയാകുലോ ജംബുകനാമധേയം ശ്രുതിപ്രസിദ്ധം വ്യതിതേതി മന്യേ. പദമുറിച്ച് പറയാം. വിനിഘ്നതി ത്വയി അഥ ജംബുഗൗഖം സ നാമകത്വാത് വരുണഃ തദാനീം ഭയാകുലഃ ജംബുക നാമധേയം ശ്രുതിപ്രസിദ്ധം വ്യഥിത ഇതി മന്യേ. അഥ ത്വയി ജംബുഗൗഖം വിനിഘ്നതി. അപ്പോൾ പിന്നീട് അല്ലെങ്കിൽ അപ്പോൾ അവിടുന്ന് ആ ജംബുകന്മാരെയെല്ലാം കൊന്നൊടുക്കുന്ന സമയത്ത് സനാമകത്വാത് വരുണഃ അതേ പേരുള്ള വരുണൻ തദാനീം അപ്പോൾ ഭയാകുലഃ ഭയം കൊണ്ട് പരിഭ്രമിച്ചിട്ട് ജംബുക നാമധേയം ശ്രുതിപ്രസിദ്ധം വ്യഥിത ജംബുകൻ എന്ന പേര് ശ്രുതിപ്രസിദ്ധം ശ്രുതിയിൽ മാത്രം വേദങ്ങളിൽ മാത്രം പ്രസിദ്ധിയുള്ളതാക്കി തീർത്തു. ഇതി മന്യേ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ആ കുർക്കന്മാരെയൊക്കെ ഭഗവാൻ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ജംബുകൻ എന്നുകൂടി പേരുള്ള വരുണന് ജംബുകൻ എന്നുകൂടെ പേരുണ്ട്. അപ്പോൾ അത് പക്ഷേ വേദമാത്ര പ്രസിദ്ധമാണ്, വേദത്തിൽ മാത്രം പ്രസിദ്ധി കേട്ടതാണ്. അപ്പോൾ മേൽപ്പത്തൂർ ഒരു തമാശയായിട്ട് ഒരു കളിയായിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ്, ഗുരുവായൂരപ്പ അവിടുന്ന് ജംബുകന്മാരെയെല്ലാം കൊന്നൊടുക്കുന്ന സമയത്ത് ജംബുകൻ എന്ന് പേരുള്ളവരെയെല്ലാം ആ ജംബുകൻ എന്ന് പേരുള്ള ആർക്കൊക്കെ ജംബുകൻ എന്ന് പേരുണ്ടോ അവരെയെല്ലാം അവിടുന്ന് വധിച്ചാലോ എന്ന് ഭയന്ന ആ വരുണൻ ആ പേര് വേദത്തിൽ മാത്രം മതി എന്ന് തീരുമാനിച്ചിട്ട് ലോകത്തിൽ നിന്നും ആ പേര് മറച്ചു വെച്ചതാണോ എന്ന് പറയുമ്പോൾ അധികമാരും ആ പേര് കേട്ടിട്ടില്ല എന്നർത്ഥം. 8ാമത്തെ ശ്ലോകം. തവാവതാരസ്യ ഫലം മുരാരേ സഞ്ജാതമദ്യേതി സുരേർനുദസ്ത്വം സത്യം ഫലം ജാതമിഹേതിഹാസി ബാലേ സമം താലഫലാന്യഭുങ്ക്ത. പദമുറിച്ച് പറയാം. തവ അവതാരസ്യ ഫലം മുരാരേ സഞ്ജാതം അദ്യ ഇതി സുരൈഹി നുദഃ ത്വം സത്യം ഫലം ജാതം ഇഹ ഇതി ഹാസി ബാലൈഹി സമം താലഫലാനി അഭുങ്ക്താഃ. മുരാരേ ഗുരുവായൂരപ്പ തവ അവതാരസ്യ ഫലം അദ്യ സഞ്ജാതം ഇതി. അങ്ങയുടെ അവതാരത്തിൻ്റെ ഫലം ഇപ്പോൾ സഞ്ജാതമായി എന്നിങ്ങനെ സഞ്ജാതമായി വന്നു ചേർന്നു എന്നിങ്ങനെ സുരേഹി നുദഃ ത്വം ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട ത്വം അവിടുന്ന് ഹാസി ഇഹ ഫലം ജാതം സത്യം പുഞ്ചിരി തൂകിക്കൊണ്ട് ഇഹഫലം ജാതം സത്യം ഇവിടെ ഫലമുണ്ടായി എന്നത് സത്യം തന്നെ. ഇതി ബാലൈഹി സമം താലഫലാനി അഭുങ്ക്താഃ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളോട് കൂടിയിട്ട് കരിമ്പനപ്പഴങ്ങൾ ധാരാളം കഴിച്ചു. അപ്പം അവതാരത്തിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ അനേകം അസുരരെ നിഗ്രഹിക്കല്. അപ്പോൾ ദുഷ്ടനിഗ്രഹത്തിനായിട്ട് ഭൂമിയിൽ അവതരിച്ച ഭഗവാൻ കുറേ ദുഷ്ടന്മാരെ സംഹരിച്ചുകൊണ്ട് അവതാരത്തിൻ്റെ ഉദ്ദേശം കുറേശ്ശെയായിട്ട് അങ്ങനെ പൂർത്തിയാക്കി വരികയാണ്. അപ്പോൾ അങ്ങനെ ദേവന്മാരെ സ്തുതിക്കുകയാണ്. അപ്പോൾ ദേവന്മാരെ സ്തുതിച്ചപ്പോൾ ഗോപകുമാരന്മാർ ഭഗവാന്റെ മഹിമ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് അതിന് മറുപടി പറയാണ്. അതെ ഇഹഫലം ജാതം സത്യം ഇവിടെ ഫലമുണ്ടായി എന്നത് സത്യം തന്നെ. അപ്പം ഇവിടെ ഭഗവാൻ പറയുന്നത്
കരിമ്പനയിൽ ധാരാളം പഴങ്ങളുണ്ടായി എന്നത് സത്യം തന്നെയാണ്, ധാരാളം ഫലമുണ്ടായി എന്നത് സത്യം തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ബലരാമനോട് കൂടിയിട്ട്, ബലരാമനോടും മറ്റ് ഗോപകുമാരന്മാരോടൊക്കെ കൂട്ടി അവരോടൊക്കെ കൂടിയിട്ട് അവർ എല്ലാവരും കൂടി കരിമ്പന പഴങ്ങൾ ധാരാളം കഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദേവന്മാരെ അവതാര ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ കരിമ്പനയിലെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മേൽപ്പത്തൂരിൻ്റെ അതിമനോഹരമായ പദപ്രയോഗങ്ങൾ. 9ാമത്തെ ശ്ലോകം. മധുദ്രവസൃന്തി ബൃഹന്തി താനി ഫലാനി മേധോഭരഭൃന്തി ഭുക്ത്വാ തൃപ്തൈശ്ച ദൃപ്തൈ ഭവനം ഫലൗഘം വഹദ്ഭിരാഗാ ഖലു ബാലകൈസ്ത്വം. പദമുറിച്ച് പറയാം. മധുദ്രവ സൃന്തി ബൃഹന്തി താനി ഫലാനി മേധോഭരഭൃന്തി ഭുക്ത്വാ തൃപ്തൈഃ ച ദൃപ്തൈഃ ഭവനം ഫലൗഘം വഹദ്ഭിരാഗാഃ ഖലു ബാലകൈഃ ത്വം. മേധോഭരഭൃന്തി മധുദ്രവസൃന്തി, ധാരാളം കഴമ്പുള്ളവയും തേൻ ചാറൊഴുകുന്നവയും. മധുദ്രവസൃന്തി, തേൻ ചാറൊഴുകുന്നവയും. ബൃഹന്തി താനി ഫലാനി, വളരെ വലിപ്പമുള്ളതുമായ ആ ഫലങ്ങൾ, ആ കരിമ്പന പഴങ്ങൾ. ഭുക്ത്വ, ഭുജിച്ചിട്ട്, ഭക്ഷിച്ചിട്ട്. തൃപ്തൈഹി ദൃപ്തൈഹി, തൃപ്തി വന്നവരും അതുപോലെ തന്നെ അഹങ്കാരം വന്നവരുമായ അഹങ്കാരം വന്നവരും അതുപോലെ ബലൗഘം വഹദ്ഭിഹി ബാലകൈഹി, കുറേ പഴങ്ങൾ. ബലൗഘം എന്ന് പറയുമ്പോൾ കുറേ പഴങ്ങൾ. വഹദ്ഭിഹി, വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കുറേ പഴങ്ങളൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് അത് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ബാലകൈഹി, ആ ബാലന്മാരോട് കൂടിയിട്ട് ത്വം ഭവനം ആഗാഹ ഖലു, അവിടുന്ന് സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി വന്നുവല്ലോ. ഇവിടെ ധേനുകാസുരനെയും കൂട്ടുകാരെയും ഒക്കെ കൊന്നു. അതുപോലെ തന്നെ ധാരാളം കരിമ്പനപ്പഴങ്ങൾ തിന്നാൻ കിട്ടി. ഇനിയിപ്പോൾ എന്താണ്, ആ കുറേ പഴങ്ങൾ വീട്ടിലേക്ക് പൊതിഞ്ഞു കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പം അങ്ങനെ വളരെ സംതൃപ്തിയോടുകൂടി, എന്നാൽ ലേശം അഹങ്കാരത്തോടുകൂടി എന്ന് പറയുമ്പോൾ, ഗോപക്കുട്ടികളുടെ അഹങ്കാരം എന്ന് പറയുമ്പോൾ എന്താണ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കുമ്പോൾ കൊച്ചുകുട്ടികൾക്കുണ്ടാവുന്ന അഭിമാന സൂചകമായ ഒരു അഹങ്കാരം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അഹങ്കാരവും നല്ലതുപോലെ സംതൃപ്തിയും അങ്ങനെയൊക്കെയുള്ള ആ ഗോപന്മാരോടൊപ്പം ഭഗവാൻ സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങിയെത്തി എന്ന് പറയാണ്. 10ാമത്തെ ശ്ലോകം. ഹതോ ഹതോ ധേനുക ഇത്യുപേത്യ ഫലാന്യദദ്ഭിർമധുരാണി ലോകൈഃ ജയേതി ജീവേതി നുദോ വിഭോത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത്. പദം മുറിച്ച് പറയാം. ഹതഃ ഹതഃ ധേനുക ഇതി ഉപേത്യ ഫലാനി അദദ്ഭിഃ മധുരാണി ലോകൈഃ ജയ ഇതി ജീവ ഇതി നുദഃ വിഭോ ത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത്. ധേനുകഃ ഹതഃ ഹതഃ ഇതി ഉപേത്യ, ധേനുകനെ കൊന്നു എന്നും പറഞ്ഞിട്ട് ഉപേത്യ, ഭഗവാന്റെ അടുത്ത് വന്നിട്ട് മധുരാണി ഫലാനി അദദ്ഭിഹി, മധുരമുള്ള നല്ല സ്വാദുള്ള ആ കരിമ്പന പഴങ്ങൾ അദദ്ഭി ഭക്ഷിച്ചുകൊണ്ട് ലോകൈഹി ജനങ്ങൾ ആളുകൾ ജയ ഇതി ജീവ ഇതി നുദഃ, ജയിക്കട്ടെ ഉണ്ണി ജയിക്കട്ടെ എന്ന്, അതുപോലെ ഉണ്ണിക്ക് ദീർഘായുസ്സുണ്ടാകട്ടെ, ജീവ ഇതി ദീർഘായുസ്സായിരിക്കട്ടെ എന്നിങ്ങനെ നുദഃ സ്തുതിക്കപ്പെട്ട, അവരാൽ സ്തുതിക്കപ്പെട്ട വിഭോ ഗുരുവായൂരപ്പ, മരുത്പുരാധീശ്വര സർവശക്തനായ ഗുരുവായൂരപ്പ, ത്വം രോഗാത് പാഹി, എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണേ. അപ്പം ഇവിടെ നല്ല മധുരമുള്ള കരിമ്പനപ്പഴം തിന്നുകൊണ്ട് ഭഗവാന്റെ അടുത്ത് വന്ന ആളുകൾ ധേനുകനെ കൊന്നു, ഉണ്ണി ജയിക്കട്ടെ, ഉണ്ണിക്ക് ദീർഘായുസ്സുണ്ടാകട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. അപ്പം അങ്ങനെ ആ വ്രജവാസികളാൽ സ്തുതിക്കപ്പെട്ട ഭഗവാനെ മേൽപ്പത്തൂർ പറയാണ്, വ്രജവാസികളാൽ ഇങ്ങനെയൊക്കെ സ്തുതിക്കപ്പെട്ട ഭഗവാനെ ഈ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന ആ മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയോടുകൂടി
കൂടിയിട്ട് 53-ാമത്തെ ദശകം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.